ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ ചർച്ച് യുവന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നോയമ്പിന്റെ 24-ാം ദിവസമാണല്ലോ. 23 ദിവസങ്ങൾ നാം നോമ്പ് നോക്കുകയും സന്ധ്യാനമസ്കാരങ്ങളിൽ പങ്കെടുക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്തു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചുവോ? നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതായ ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. നോമ്പിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നോമ്പ് ഒരു ആചാരമല്ല, മറിച്ച് അനുഷ്ഠാനമാണ്. എന്നാൽ ഈ അനുഷ്ഠാനം നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തണം. ആദിമ കാലഘട്ടത്തിൽ സുബ്ഖാനോ എന്ന ശുശ്രൂഷയിലൂടെയാണ് നോമ്പ് ആരംഭിക്കുന്നത്. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ അനുതപിച്ച് ഏറ്റുപറഞ്ഞ് അനുരഞ്ജനപ്പെട്ട് ദൈവവുമായി സജീവ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് സുബ്ഖാന. അനുരഞ്ജനത്തിന്റെ കൂദാശ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ദൈവത്തോടും സകല സൃഷ്ടിയോടുമുള്ള നിരപ്പാണ് അനുരഞ്ജനം. ഭിന്നിച്ചു നിൽക്കുന്നവരോടുള്ള ഏകീഭാവം കൈവരിക്കൽ, തിരുവചന പഠനം, വേദപുസ്തക വായന, പ്രാർത്ഥന ഇവയിലൂടെ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ ദാതാത്മ്യപ്പെടുത്തുക. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും അർത്ഥവത്തായി ജീവിക്കുന്നതിനും അതിജീവനത്തിനും വേണ്ടിയുള്ളതാണ്. ഉപവാസം ആരംഭിക്കുന്നത് അനുതാപത്തിലായിരിക്കണം. ഉപവാസം വിശ്വാസ സമൂഹം ദൈവജനമായി തീരുന്ന അനുഭവമാണ്. വ്യക്തിയും സമൂഹവും ആ ബോധം തിരിച്ചറിയുന്ന ദൈവബോധം തിരിച്ചറിയുന്ന അനുഭവമായി തീരണം. നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ലക്ഷ്യം രൂപാന്തരമാണ്. ദൈവജനമെന്ന നിലയിലുള്ള നമ്മുടെ ദൌത്യവും ഉത്തരവാദിത്വവും തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരിക്കണം നോമ്പിന്റെ ദിനങ്ങൾ. നോമ്പിന്റെ കാലം ദൈവജനം സത്വബോധവും ദൌത്യദർശനവും കണ്ടെത്തുന്ന ദിനങ്ങളായിരിക്കണം. പീഡിതന്റെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കണം. സൗഖ്യം അനുഭവിക്കുകയും സൗഖ്യദായക ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരായിരിക്കണം. അന്ധകാരം നിറഞ്ഞ അനുഭവങ്ങളിൽ പ്രകാശം പരത്തുന്ന സമൂഹമായി നാം മാറണം. നാം ആയിരിക്കുന്ന ഇടങ്ങളെ ക്രിസ്തു സ്നേഹത്തിൽ സഹനത്തിന്റെ മാർഗത്തിലൂടെ രൂപാന്തരപ്പെടുത്തുന്നതാകണം നോമ്പിന്റെ ആചരണം. ആരാധനയും ഉപവാസവും ദൈവത്തിങ്കിലേക്കും ദൈവം സ്നേഹിച്ച ലോകത്തിലേക്കും തിരിയുന്ന അനുഭവമാണ്. അപ്പോഴാണ് ആരാധനാ സമൂഹം ദൈവ ജനമായി തീരുന്നത്. അവരുടെ നല്ല പ്രവൃത്തികളെ കാണുമ്പോൾ അവരെ അനുമോദിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരുടെ ന്യൂനതകൾ കണ്ടെത്താനാണ് പലപ്പോഴും നാം ശ്രമിക്കുന്നത്. ഒന്നിച്ച് സ്വന്തം ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമമാണ് ഈ നോമ്പ് കാലങ്ങളിൽ നാം ആർജിക്കേണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ആത്മത്തെ മറ്റുള്ളവരുടെ ആത്മത്തിനായി പങ്കുവയ്ക്കുമ്പോഴാണ് ദൈവം നിന്റെ ആത്മത്തെ തൃപ്തിപ്പെടുത്തുന്നത്. ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ നാം പങ്കുവയ്ക്കുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. കർത്താവിനെ നാം അനുധാവനം ചെയ്യുന്നു എന്ന് നാം പറയുമ്പോൾ കർത്താവ് ചെയ്ത നല്ല പ്രവർത്തികളെ അഥവാ ദൈവം പഠിപ്പിച്ച നല്ല പ്രവർത്തികളെ ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. യെശയ്യാ പ്രവാചകൻ നോമ്പ് നോക്കുന്നവരോട് പറയുന്നത്, വിശപ്പ് ഉള്ളവന് നീ താൽപര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുട്ടിൽ ഉദിക്കും. നമുക്ക് അതിന് സാധ്യമാകുവാൻ നമ്മുടെ നോയമ്പും ഉപവാസവും നമ്മെ നേർവഴിയിലേക്ക് നയിക്കട്ടെ. അങ്ങനെ നമുക്ക് പ്രസാദകരമായ ഒരു നോമ്പും ഉപവാസവും ആചരിക്കുവാൻ തക്കവണ്ണം ഈ നോയമ്പുകാലങ്ങളിൽ നമുക്ക് സാധ്യമാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിച്ച് തന്റെ നന്മയിൽ അനുദിനം വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എന്റെ ഈ ചെറിയ ചിന്ത ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.